ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുഡൂസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഓഫ് ഡേ ആണ്. ബട്ട് എന്താ പറയുക, കുടുവിന് ഇന്ന് നമ്മൾ ഡേ കെയറിൽ വിടുന്നുണ്ട്. അപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള എൻ്റെ ഒരു ദിവസം കാണാം കേട്ടോ. എന്തിനാണ് കുടുവിന് ഇന്ന് ഡേ കെയറിൽ വിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുടുവിന് ഇപ്പോൾ സ്കൂളിൽ പോകാൻ കുറച്ച് മടിയാണ്. അപ്പോൾ ആ മടിയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ വിട്ടു തുടങ്ങുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഒന്നാം തീയതി നല്ല പണി കിട്ടും. അപ്പം ഇപ്പം ഞാനും ഇച്ചാനും കുറച്ചൊരു ഡയറ്റിലാണ്. അപ്പം ഞങ്ങൾ രാവിലത്തെ ചായ അങ്ങ് ഒഴിവാക്കിയിട്ട് ഇപ്പം ജീരകവെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുടുവിനും പല്ലൊക്കെ തേപ്പിച്ചു. ഇത് ഞങ്ങളുടെ വേസ്റ്റ് പാത്രം കേട്ടോ. കുടു പുറത്ത് പോയി അത് എടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വിചാരിച്ചു പഴം റോസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ കുടുവാണെങ്കിൽ അതിൻ്റെ ഇടയിൽ അത് മോഷ്ടിക്കുന്നുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഇത് ജസ്റ്റ് നെയ്യ് ഒഴിക്കുക, അല്ലെങ്കിൽ പഴം ഇട്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്യുക, വേണമെങ്കിൽ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാൻ നല്ലതാണ്. കുടുവിന് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് കുറേ പണികളുണ്ട് കേട്ടോ. മീൻസ് ഒരു ഡേ ഓഫ് കിട്ടിയതാണ്. അപ്പോൾ ചെയ്ത് തീർക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം കുടു അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. അപ്പം എനിക്ക് എല്ലാം ചെയ്ത് തീർക്കാം. അതും കൂടി ഒരു റീസൺ ആണ് കേട്ടോ കുടുവിന് ഇന്ന് വിടാനുള്ളതായിട്ടുള്ളത്. അങ്ങനെ പഴമൊക്കെ റോസ്റ്റ് ചെയ്തു. അപ്പോഴത്തേക്കും ഇച്ചാൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇച്ചാനാണെങ്കിൽ പല്ലൊക്കെ തേച്ച് അവിടെ നിൽക്കുന്നുണ്ട്. നേരത്തെ എണീറ്റുണ്ടായിരുന്നു. പക്ഷെ കട്ടിലിൽ നിങ്ങൾ പൊന്തി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ഗൈസ്. അങ്ങനെ ഞാനും ഇച്ചാനും കൂടെ ജീരകം വെള്ളം കുടിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇച്ചാൻ കുറച്ച് ദിവസമായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്. അപ്പോൾ ഇച്ചാൻ എങ്ങനെയുണ്ട് എൻ്റെ ബോഡി അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ കളിയാക്കലാണ് കേട്ടോ. പിന്നെ ഇന്ന് എന്താണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കേണ്ടത്, എന്താണ് ഫുഡ് വേണ്ടത്, അപ്പോൾ ഫുള്ള് ഡയറ്റിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. ഒരുപാട് ചോറ് വേണ്ട, എന്ത് കറിയാണ് വേണ്ടത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. പൊതുവേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്ത് ചെയ്താലും അത് പൂർത്തീകരിക്കുന്ന ആൾക്കാരല്ല. ബട്ട് ഇതിൽ ഞങ്ങൾ ശബ്ദം ചെയ്തിറങ്ങിയാണ് കേട്ടോ എന്തായാലും പോകുന്നുള്ളത്. അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ കുടുമോളുടെ സ്നാക്സ് ബോക്സ് ഒന്ന് സെറ്റ് ആക്കി കേട്ടോ. ക്യാരറ്റ് കേക്കും പിന്നെ കുറച്ച് ചക്ക വറുത്തയാണ് കേട്ടോ വെച്ചത്. പൊതുവേ ഞാൻ ഫ്രൂട്ട്സ് ആണ് കൊടുത്തു വിടാറ്. പക്ഷെ ഇന്ന് നമ്മുടെ അടുത്ത് ഫ്രൂട്ട്സ് ഒന്നുമില്ല, ആകെ ഏത്തപ്പഴമേ ഉള്ളൂ. ആ പഴമാണെങ്കിൽ അവൾ കഴിക്കത്തുമില്ല. അങ്ങനെ അവളെ മേലൊക്കെ കുളിപ്പിച്ച് നേരെ ഞാൻ ഒരുക്കാനായിട്ട് കൊണ്ടുപോയി കേട്ടോ. ഇപ്പം തന്നെ ആളുടെ മുഖമൊക്കെ മാറിയിട്ടുണ്ട്. കാരണം സ്കൂളിൽ പോകാന്ന് പറയുമ്പോഴത്തേക്കും കരച്ചിൽ തുടങ്ങും കേട്ടോ. അങ്ങനെ ഒരു വിധം കൈയും കാലും പിടിച്ച് സോപ്പിട്ട് അത് വാങ്ങിത്തരാം ഇത് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ സ്കൂളിലേക്ക് വിടുന്നത്. അങ്ങനെ മുടിയൊക്കെ കെട്ടി. കുടുവിൻ്റെ ഈ ഹെയർ സ്റ്റൈൽ ഞാൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ മുടി മുമ്പോട്ട് ഇടുന്നത് കേട്ടോ. പക്ഷേ ചുരുള മുടി ആയതുകൊണ്ട് കുറച്ച് നീളുമ്പോഴത്തേക്കും പിന്നെ അത് ചുരുണ്ടും പോകും. പിന്നെ ഇത് കുറച്ച് വെട്ടാനും ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും വലിയ ടാസ്ക് ആണ് കേട്ടോ ഈ കണ്ണിന് വാലിടുക എന്നുള്ളത്. എനിക്ക് ഭയങ്കര പേടിയുള്ളതാണ്. എൻ്റെ കൈ വിറച്ച് കുറച്ച് സമയം എടുത്തിട്ടാണ് ഞാനതൊക്കെ ഇട്ടത്. എപ്പോഴൊന്നും ഇതില്ല. പിന്നെ ഇന്നലെ രാത്രി ഇവള് കണ്ണിൽ വാലിട്ടിട്ട് നാളെ സ്കൂളിൽ പോകുമ്പോൾ ഇട്ട് തരണേ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നങ്ങ് ഇട്ട് കൊടുത്തത്. പിന്നെ ചെരുപ്പൊക്കെ ഇട്ടു. അപ്പം ഞാൻ നോക്കുമ്പോൾ നഖം കുറച്ച് നീണ്ടിട്ടുണ്ട്. അപ്പം പിന്നെ നഖം വെട്ടിയേക്കാന്ന് വിചാരിച്ചിട്ട് നഖം വിട്ടു. എന്നും വിചാരിക്കും, പക്ഷെ മറന്നു പോകും. പക്ഷെ ഇന്നത് കൈയോടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവളിതാ എനിക്ക് ടാറ്റയും ഉമ്മയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ എൻ്റെ വലിയൊരു യുദ്ധം കഴിഞ്ഞു ഗൈസ്. ഇനിയിപ്പോൾ ഞാൻ ഫ്രീ ആണ്. ഇനി എൻ്റെ അടുത്ത പണികൾ തുടങ്ങാം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ ഒന്ന് അലക്കാനിടാന്നുള്ളത്. അങ്ങനെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി അടുത്ത വിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഉച്ചക്കത്തേക്ക് കുറച്ച് ചീര ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തോരൻ വെക്കാൻ വേണ്ടി അതൊന്ന് കഴുകി വെള്ളം പോകാനായിട്ട് വെക്കുകയാണെങ്കിൽ അരിയാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി പെറുക്കി വൃത്തിയാക്കി വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ചീരയ്ക്ക് തേങ്ങയ്ക്ക് പകരം മുട്ട ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. രാവിലത്തെ സെയിം ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കുടുവിന് കൊടുത്തത് തന്നെ, പഴവും പിന്നെ ഒരു റോബസ്റ്റോ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ട് കേട്ടോ. ജിമ്മിൽ പോകേണ്ട കാര്യം മേലുവേദനേൻ്റെ കാര്യം ഇതൊക്കെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ ടി വി വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ഈ മേലേക്ക് നോക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ചായ കുടിക്കുന്നില്ലാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തും ലഞ്ചിൻ്റെ സമയത്ത് എപ്പോഴും ഈ ഒരു കരിങ്ങാലി വെള്ളം അല്ലെങ്കിൽ ജീരകവെള്ളം അത് തന്നെയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ രാവിലത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു. പൊതുവേ ഞാനിങ്ങനെ പാത്രങ്ങൾ കൂട്ടി വെക്കാറില്ല. ബട്ട് ഇന്നെന്തോ അങ്ങനെ ആയിപ്പോയി. പിന്നെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചു. രാവിലത്തെ ആ നെയ്യൊക്കെ തെറിച്ച് കിടപ്പുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് തുടച്ച് പറക്കി വെച്ചു. പിന്നെ ഇന്ന് മുഴുവൻ കുടിക്കാനുള്ള വെള്ളം ആ കലത്തിൽ ഞാൻ ചൂടാക്കി വെക്കും കേട്ടോ. അങ്ങനെ ഫുള്ള് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ അലക്കാനുള്ള തുണിയൊക്കെ നേരത്തെ ഓൾറെഡി തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിക്കാൻ പോകണം, ഒന്ന് വരുമോ എന്നൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഇച്ചാനോട് ചോദിക്കുന്നത്. അപ്പോൾ ഇച്ചാൻ പറഞ്ഞു ചീര അരിഞ്ഞിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് ഇച്ചാൻ ഇരുന്ന് ചീര അരിയാണ്. ഞാനാണ് ആ സമയത്ത് ചോറിടാന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രമേ ഉള്ളൂ, ഞാൻ കുക്കറിലാണ് ഇടുന്നത്. അപ്പോൾ അതിനുള്ള കുക്കറൊക്കെ കഴുകി ചോറടുപ്പത്തിട്ടു. ഇച്ചാനാണെങ്കിൽ കാര്യമായിട്ട് ചീര അരിയുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ രണ്ടാളും കൂടെ തുണി വിരിക്കാനായിട്ട് താഴെ പോയിട്ടോ. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലായതുകൊണ്ട് അഴയുള്ളത് താഴെയാണ്. അപ്പോൾ ഞങ്ങൾ താഴേക്ക് പോയി. പിന്നെ വന്നപ്പോൾ ഇതാ ചീരയായി. ചീര നന്നായിട്ടൊന്ന് വെന്തിട്ട് വേണം ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാനായിട്ട്. അതിനുശേഷം പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തീർക്കണം. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് കഴിക്കാൻ കേട്ടോ. കുറച്ച് ചോറും ഒരുപാട് കറിയായിട്ടാണ് കഴിക്കുന്നത്. അതിനുശേഷം പിന്നെയും ഞാനെടുത്ത് പാത്രം കഴുകിന് പോയി ഗൈസ്. മെയിനായിട്ട് എനിക്ക്
ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന ഈ ഒരു കാര്യത്തിലാണ് ട്ടോ. എത്ര കഴുകിയാലും തീരില്ല എന്റെ പാത്രങ്ങൾ. എനിക്കാണ് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം ഈ പാത്രം കഴുകാണ്. പിന്നെ എങ്ങനെ ഇച്ചാനെയും കൊണ്ട് അതും കൂടെ ചെയ്യിക്കാന്ന് വിചാരിച്ച് ഞാൻ തന്നെ കഴുകി ട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് ആരെങ്കിലും ഫസ്റ്റ് ടൈം കാണുന്നുണ്ട്, നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നുണ്ട് എങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹകരണവും ഒക്കെയാണ് മുന്നോട്ട് പോകാനായിട്ടുള്ള എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത്. അപ്പം തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം, മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് പറഞ്ഞു തരാം. എന്താണെങ്കിലും ഞാനത് അക്സെപ്റ്റ് ചെയ്യും, പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യും. അപ്പം എന്തായാലും എൻ്റെ കൂടെ ഉണ്ടാവണം. അങ്ങനെ കുറേയധികം പാത്രങ്ങളുണ്ടായിരുന്നു. ചിക്കൻ്റെയും അതേപോലെ തന്നെ പരിപ്പിൻ്റെയും ചീരേൻ്റെയും കഴിച്ചതും അങ്ങനെയായിട്ട് ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കഴുകിയത് ലാസ്റ്റ് ഞാൻ കിച്ചൺ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി രാത്രിയിലാണ് ഇതിലേക്ക് യുദ്ധം. രാത്രിയിൽ ഒരുപാട് യുദ്ധം വരില്ല, കാരണം ഇപ്പോൾ ഡയറ്റ് ആയതുകൊണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കുള്ളൂ. അപ്പം ഞാൻ വൺസ് അഗൈൻ ഒന്നും കൂടെ പറയാണ്, നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ട് ഫസ്റ്റ് ടൈം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പം അടുത്ത വീഡിയോ കാണാൻ ടാറ്റ ബൈ ബൈ, സീ യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.